ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷം കരഘോഷം 2026 MLA യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ജനപ്രതിനിധികളും അധ്യാപകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വാർഷികാഘോഷം കരഘോഷം 2026 സമുചിതമായി ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ചേലക്കര MLA യുവാർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. 350 കുട്ടികൾ ഉണ്ട്. ആ കുട്ടികളെ ഇനിയും നമുക്കവിടെ ഇരുന്ന് പഠിപ്പിക്കാനുള്ള സൗകര്യക്കായി ഇനി നിലവിൽ നമുക്ക് കിട്ടിയ പുതിയ കെട്ടിടത്തിന് മോൾ വശത്ത് ഒരു നിലയും കൂടെ പണിത് ഈ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി ഒരു അസംബ്ലി ഹാളും കൂടെ പണിയണമെന്നാണ് അല്ലേ? എന്തായാലും നടക്കും പക്ഷേ ഇത്രയൊക്കെ ആയെങ്കിൽ ആനയെ മേടിക്കാത്ത തൊട്ടി കൂടെ മേടിക്കേണ്ടത് അത് നടക്കും. എന്തായാലും അത് നടക്കും. നമ്മുടെ സ്കൂൾ വലിയ മാറ്റമാണ്. ഈ മാറ്റത്തിൽ എത്ര രക്ഷിതാക്കൾ പങ്കുണ്ട് എന്നാണ് നാം സ്വയം ചിന്തിക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരു ജനകീയമായ ഒരു വിദ്യാഭ്യാസം കേരളത്തിലെമ്പാടും ഉള്ള സ്കൂളുകൾ മികച്ച രീതിയിലാണ്. നമ്മുടെ സ്കൂളിൽ ഇതിൻ്റെ കഴിഞ്ഞാൽ റിപ്പോർട്ട് ഇവിടെ വായിക്കും. റിപ്പോർട്ട് ഒന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ സ്കൂളിലുണ്ടായ മാറ്റം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, നമ്മുടെ കുട്ടികൾ മുൻകാലങ്ങളിൽ സർക്കാർ സ്കൂളിൽ പഠിപ്പിച്ച രീതിയാണോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിറങ്ങിയ ഒരു രീതിയാണോ ഇപ്പോൾ? അല്ല, 2ാം ക്ലാസ് കുട്ടികളിപ്പോൾ സ്വന്തമായി പുസ്തകം ഉണ്ടാക്കുകയാണ്. നമ്മുടെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ചെറുപ്രായത്തിൽ അങ്ങനെ ഉണ്ടായില്ല, ഞാൻ കണ്ടിട്ടില്ല. സ്വന്തമായി പുസ്തകം ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളെ കഴിവ് നോക്കും. ഒരുപക്ഷെ ഇവർ സഹായിക്കാൻ പ്രിൻ്റ് അടിക്കാനും അത് പുസ്തക രൂപത്തിലാക്കാനും അധ്യാപകർ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ കുട്ടികളുടെ സങ്കല്പം അനുസരിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുമ്പ് അറിവിന്റെ അക്ഷരം ഈ നാടിന് പകർന്നു നൽകിയ വിദ്യാലയം ഇന്നെത്തി നിൽക്കുന്ന ഒട്ടനവധി മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള മുന്നോട്ട് പോക്ക്, ഭൗതിക സാഹചര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ വിദ്യാലയം ഓരോ വർഷവും നേടുന്ന മികവ്, ഈ ഭൗതിക സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷകളായി വരുന്ന പുതുതലമുറയിലെ എത്രയോ തലമുറകൾ, അങ്ങനെ കണ്ണിച്ചേർന്നു പോയ ഒരുപാട് പേരുടെ ദീപ്ത സ്മരണകളും അതോടൊപ്പം തന്നെ അനുഭവങ്ങളും വിജയഗാഥകളും ഒക്കെ ഈ വിദ്യാലയത്തിന് പറയാനുണ്ടാവും. ഞാനത് പറയാൻ കാരണം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന 4 വിദ്യാലയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പഴക്കമുള്ള വിദ്യാലയം കിള്ളിമംഗലത്തെ വിദ്യാലയമാണ്. അതിനേക്കാൾ ഏറെ ഒട്ടനവധി പ്രഗത്ഭരായ വ്യക്തികളെ ഈ നാടിന് അറിവിന്റെ അക്ഷരം പകർന്ന് മുന്നിലേക്ക് പോകാനും നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വർത്തമാന കാലഘട്ട സാഹചര്യത്തിലും നിങ്ങൾ നോക്കൂ, ഈ വിദ്യാലയത്തിന്റെ മാറ്റം പഴമയും പുതുമയും ഒരുമിച്ച് നിൽക്കുമ്പോഴും അക്കാദമിക് നിലവാരത്തിൽ കിള്ളിമംഗലം സ്കൂളിന് ഇന്നും ഒരു ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രധാന അധ്യാപകൻ MN ബർജിലാൽ സ്വാഗതം ആശംസിച്ചു. അങ്ങനെ വെക്കുന്ന ഓരോ ചുവടുവയ്പും അത് ഈ ഒരു ഗ്രാമത്തിന്റെ, ഈ ഒരു പ്രദേശത്തിന്റെ ഏറ്റവും തെളിച്ചമാർന്ന അല്ലെങ്കിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനത്തെയാണ് കാണിച്ചു തരുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷറ VM മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അനുരൂപ് KS, വി രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ശൈലജ, വാർഡ് അംഗം ആസിയ AM എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഴയന്നൂർ BPCK പ്രമോദ്, പാഞ്ഞാൾ വായനശാല പ്രസിഡന്റ് K വിജയാനന്ദ്, മുൻ പ്രധാന അധ്യാപിക T ചന്ദ്രിക, സീനിയർ അധ്യാപിക ബിന്ദു KR, സ്റ്റാഫ് സെക്രട്ടറി ലക്ഷ്മി KB എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. SRG കൺവീനർ അയൂബ് O, വിദ്യ രാധാകൃഷ്ണൻ, മോനിഷ KM, അർഷാദ് PA, സന്ധ്യ KS എന്നിവർ ആശംസകൾ നേർന്നു. PTA പ്രസിഡന്റ് TR മണികണ്ഠൻ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. CCV ന്യൂസ്, പാഞ്ഞാൾ.